മലയപ്പുലയൻ മലയാളപ്പുഴയുടെ തീരത്ത് തമ്പുരാന്റെ മണ്ണിൽ ഒരു കുടിൽ കെട്ടി. ആ കുടിലിന് അവനൊരു അവകാശമില്ല. തമ്പുരാൻ എപ്പോ ഇറങ്ങാൻ പറയുന്നോ അപ്പൊ ഇറങ്ങിക്കൊള്ളണം. ആ കുടിലിന്റെ മുറ്റത്ത് അവനൊരു വായ നട്ടു. ആ വായ ഇങ്ങനെ വളർന്നു വരാൻ തുടങ്ങിയപ്പോ മലയപ്പുലയന്റെ മകൻ കരുമാടിക്കുട്ടൻ ആ വാഴക്കുല നോക്കിയിട്ട് ഇങ്ങനെ കൊതിച്ചു നിൽക്കുക. ഇതിനാ കൊതിച്ചു നിൽക്കുന്നത്? വാഴക്കുല മൂത്ത് പഴുത്തിട്ട് വേണം അവനൊരു പഴമെടുത്ത് തിന്നാൻ. കരുമാടിക്കുട്ടൻ ഇങ്ങനെ കൊതിച്ചു നിൽക്കുമ്പോ ആ വാഴക്കുല മൂത്ത് പഴുത്ത് വന്നപ്പോ തമ്പുരാന്റെ കിങ്കരന്മാര് വന്ന് ആ വാഴക്കുല വെട്ടിക്കൊണ്ടുപോയപ്പോ കണ്ണീരൊലിപ്പിച്ച് അടിയാന്റെ കിടാങ്ങളുടെ കഥ സ്കൂളിലെ പാഠപുസ്തകത്തിൽ ഞാനും നിങ്ങൾ പഠിച്ചു. ചങ്ങമ്പുഴയുടെ വാഴക്കുല. കവി അന്ന് പാടിയില്ലേ, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരേ നിങ്ങൾ തൻ പിന്മുറക്കാർ. ആ പിന്മുറക്കാര് തെരുവിലിറങ്ങി. അവരുടെ മുട്ടികൾ ആകാശത്തേക്ക് ഉയർന്നു. ആ ഉയർന്ന മുട്ടികളിൽ ഒരു കൊടി പറന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി. ആ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ പ്രൗഢോജ്വലമായ പോരാട്ടങ്ങൾ നടന്നു. കയ്യൂരും കരിവള്ളൂരും പുന്നപ്രയും വയലാറും പാടിക്കുന്നും മൊഞ്ചിയവും മൊറായിയും എണ്ണിയാൽ തീരാത്ത സമരപദങ്ങൾ. ആ സമരത്തിന്റെ കാലഘട്ടത്തിന് ശേഷം കേരളമുണ്ടായി. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റുകാർ. ഭൂമിയില്ലാത്ത മനുഷ്യർ. മനസ്സിലാവണമെങ്കിൽ പഴയ തലമുറയുടെ നാവിൻ തുമ്പത്ത് ഇപ്പോഴും ഉണ്ടാവും പഴയ സിനിമാ പാട്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, വിണ്ണിലിടമില്ല. ഞാൻ പാട്ട് പറഞ്ഞതാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. അങ്ങനെയാ പാടുക. അത് കവി ഭാവനയിൽ പാടിയതല്ല. കൺമുമ്പിൽ കണ്ട കരളരിക്കുന്ന ജീവിതം കണ്ട് കണ്ണീരിൽ ചാലിച്ചേരിയ വരികളാണ്. ആ ഒരു ജനതയുടെ മുമ്പിലേക്കാണ് അമ്പത്തയിൽ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചോദിച്ചു വരുന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് സംശയം ഉണ്ടായില്ല ആർക്ക് വോട്ട് ചെയ്യണം. എന്താ കാരണം? ഭൂമിയില്ലാത്ത മനുഷ്യര് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടിയെ കാണുകയാണ്. അവർ ഈ കേരളത്തിൽ കണ്ട സമരമുഖങ്ങളിൽ ഈ ചെങ്കൊടിയാണ് ആ സമരത്തിന്റെ മുമ്പിലുള്ളത്. ഈ നേതാക്കന്മാരാണ് ആ സമരജാഥകൾ ഉണ്ടായിരുന്നത്, പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നത്. വെടിയേറ്റു മരിച്ചത്, തൂക്കിലേറ്റപ്പെട്ടത്, ഭരണകൂടത്തിന്റെ ജന്മിത്വത്തിന്റെ ഭീകരമായ മർദ്ദനത്തിന് ഇരയായവർ അവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ കിടന്നവരും അവരുടെ കൂടെ ജാഥ നടത്തിയവരും അവരാ വന്ന് വോട്ട് ചോദിക്കുന്നു. 10,000 കമ്മ്യൂണിസ്റ്റുകാരില്ലാഞ്ഞിട്ട് പോലും 2.5 കോടിയിലധികം ജനങ്ങളുള്ള ഈ കേരളത്തിൽ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്തു കമ്മ്യൂണിസ്റ്റുകാരന്. സഖാവ് EMS 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 6 ദിവസം കഴിഞ്ഞപ്പോൾ സഖാവ് EMSന്റെ ഉത്തരവിറങ്ങി. എന്താണ് ഉത്തരവ്? കുടിയിറക്ക് നിരോധന നിയമം. ഇറങ്ങണ്ട. ഏത് കൊടി കുത്തിയ തമ്പുരാന്റെ മണ്ണിലാണെങ്കിലും ആ മണ്ണിൽ അധ്വാനിച്ച് നീയാണെങ്കിൽ ആ മണ്ണ് നിനക്ക് അവകാശപ്പെട്ടതാണ്. കൃഷിഭൂമി കൃഷിക്കാരന്. അങ്ങനെയാ മലയാളിക്ക് മണ്ണുണ്ടായത്. അതാണ് മലയാളിയുടെ ജീവിതത്തിന്റെ മഹാമാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്.